കുട്ടികൾ അവസരം കിട്ടിയാൽ ചീത്ത കളികൾ കളിക്കുന്നു, എന്താ ചെയ്യാൻ? ചീത്ത എന്ന് പറഞ്ഞത് ലൈംഗിക ചേഷ്ടയുള്ള കളികളാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. കുട്ടിയെ ഈ കഴിവതും ബാപ്പ ഉപയോഗിക്കുന്ന ഫോൺ, ഉമ്മ ഉപയോഗിക്കുന്ന ഫോൺ മക്കൾക്ക് കൊടുക്കാതിരിക്കണം. ബാപ്പാക്ക് വേണ്ടാത്തരങ്ങൾ കാണുന്ന ശീലമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്. കാരണം അതിൻ്റെ ഹിസ്റ്ററി കുട്ടിയിലേക്ക് വരും. ഈ കുട്ടി കാണുന്ന കാഴ്ചയാണ് കുട്ടിക്ക് മനസ്സിലാവുക. ചെറിയ കുട്ടി കേട്ടോ, ഒരു സ്കൂളിനകത്ത് 1ാം ക്ലാസ്സിലേക്ക് ടീച്ചർ കയറിയപ്പം കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടിയെ ടീച്ചർ ഇരിക്കാനുള്ള ഒരു മേശയും കസേരയും ഉണ്ടാവുമല്ലോ, ആ കസേരന്റെ മുകളിൽ ഒരു പെൺകുട്ടിനെ ഇങ്ങനെ കിടത്തിയിട്ട് ആൺകുട്ടി അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ കയറി വന്നപ്പോൾ ചോദിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പോൾ അതാ ഞാൻ ബാപ്പിയമ്മയും കളിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കുട്ടി എവിടുന്ന് കാണുന്നു എന്ന് ചോദിച്ചാൽ ഈ കാഴ്ച ഇന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. മൊബൈൽ ഫോണിനകത്ത് എന്തും കാണാം, എന്ത് വൃത്തികേടുകൾ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്താ വെച്ചാൽ കുട്ടിയുമായിട്ടൊരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വേണം. പ്രത്യേകിച്ച് നമ്മളെ കാലല്ല, എന്ത് കാര്യവും കുട്ടീൻ്റെ കൺമുന്നിലെത്തുന്ന ഒരു കാലമാണ്. കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വേണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി കുട്ടി വരുമ്പം ആട്ടി വിടരുത്. ചിലപ്പോൾ കുട്ടി ഒന്ന് ചോദിക്കും ഞാൻ എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ ഈ അടുത്ത് കേട്ട ഒരു കഥ ഉണ്ട്. ഒരു കുട്ടി ഉമ്മനോട് ഒന്ന് ചോദിക്കുകയാണ്, ചെറിയ കുട്ടി, ഉമ്മ ഞാൻ എങ്ങനെ ഉണ്ടായത്? ഉമ്മ ആകെ ബേജാറാവില്ലേ? ബാപ്പാനെ വിളിച്ച് ഉമ്മ പറഞ്ഞു, നോക്കിയാണ് ഞാൻ ചോദിക്കണേ. ബാപ്പ പറഞ്ഞൊക്കെ ഞാനേറ്റ് പരിയോട്. ബാപ്പ വന്നു, കുട്ടി ചോദിച്ചു ഞാൻ എങ്ങനെ ഉണ്ടായത്? അപ്പൊ ബാപ്പ കുട്ടിയോട് പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ മോനെ, ബാപ്പി ഇമ്മി കല്യാണമൊക്കെ കഴിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ബാപ്പി ഇമ്മി ഇങ്ങനെ നോക്കിയപ്പോണ്ട് ഒരു കൊട്ട ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ മോൻ പറഞ്ഞു, എന്നിട്ട് എടുത്തു നോക്കിയപ്പോണ്ട് മോന്. ചക്കൻ പറഞ്ഞു, ആ കൊട്ടയെന്ന് കിട്ടിയാലേ ശരി. അപ്പൊ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു, ബാപ്പ എങ്ങനെ ഉണ്ടായത്? ആ ബാപ്പ പറഞ്ഞു, ബാപ്പാന്റെ ബാപ്പി ഇമ്മി കല്യാണം കഴിച്ച കാലത്ത് അതിനേക്കാളും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ബാപ്പാന്റെ വാപ്പി ഇങ്ങനെ നിൽക്കുമ്പോണ്ട് കൊട്ട ഇങ്ങനെ ഒളിച്ചിരുന്നു, എടുത്തു നോക്കിയപ്പോണ്ട് ഞാൻ. കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു, ബാപ്പാന്റെ വാപ്പ എങ്ങനെ ഉണ്ടായത്? എല്ലാത്തിനും ഇയാൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ കഥയും കൊട്ടന്റെ കഥയാണ്. അവസാനം കുട്ടി ഇയാളോട് ചോദിച്ചു, ഞാൻ അറിയാൻ വയ്യായിട്ട് ചോദിക്കാണ്, നമ്മളെ കുടുംബത്തിൽ ഈ പ്രസവം ഒന്നും നടക്കാറില്ലേ? കുട്ടി അങ്ങോട്ട് ചോദിച്ചു, അല്ല നമ്മളെ കുടുംബത്തിൽ ഈ പ്രസവം നടക്കാറില്ലേ? അപ്പൊ കുട്ടിക്ക് അറിയാത്. നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്മളെ കാലത്തുള്ള അറിവാ കുട്ടിക്കുള്ളതെന്ന്. കുട്ടികള് ഇത്തരം കാര്യങ്ങളൊക്കെ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഉമ്മയോട് വന്ന് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മറുപടി കുട്ടിക്ക് കൊടുക്കണം. ആട്ടി വിടരുത്. വിട്ടാനുള്ള കുഴപ്പം എന്താ പറയുക നിങ്ങൾക്ക്? നോക്ക്, എന്റെ മോന് ഒരു ദിവസം അവന്റെ ഉമ്മാന്റെ ഫോൺ തരും, കുറെ കച്ചറൊക്കെ ഉണ്ടാക്കി വാങ്ങിക്കൊണ്ട് എന്നിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് മോൻ ചോദിക്കുന്ന ചോദ്യം തരുന്നത് ഫോണിനോട്. അവൻ ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കുകയാണ് ഫോണിനോട്, ഗൂഗിൾ ഓണാക്കി. ഗൂഗിളിൽ ഇപ്പോൾ ഈ വോയിസ് ഉണ്ടല്ലോ, വോയിസ് കൊടുത്താൽ വരുമല്ലോ. അപ്പൊ അവന് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. ഫോൺ എടുത്തിട്ട് കുട്ടി ചോദിക്കുന്ന ചോദ്യം ഫോൺ ഇങ്ങനെ വെച്ചിട്ട്, ഗൂഗിൾ വാട്ട് ഡേ ടുഡേ, ആ ഫോണോട് ചോദിക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിന് ടൈം ടേബിൾ നോക്കാൻ? ഇന്ന് എന്താ ദിവസം ഒന്ന് ടൈം ടേബിൾ നോക്കാൻ ഗൂഗിൾ പറയണം. കാരണം ബാപ്പാനി വിശ്വാസമല്ല. ബാപ്പ പറഞ്ഞു ചൊവ്വാഴ്ച, പറഞ്ഞു ബുധനാഴ്ച തോന്നുന്നുണ്ട്. ഗൂഗിൾ പറഞ്ഞു ചൊവ്വാഴ്ച. ഏതാ വിശ്വസിക്കുക കുട്ടി? ഗൂഗിളിനെ. അവൻ ബുധനാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്ന് അറിയാൻ കുട്ടി സമീപിക്കുന്നത് ഗൂഗിളാണ്. അപ്പൊ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ലൈംഗികമായ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരികയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായെന്ന് തോന്നുകയാണ്. കുട്ടി ഇതെങ്ങാനും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിളിനറിയോ ഈ കുട്ടിക്ക് 6 വയസ്സാണ്, 8 വയസ്സാണ്, 12 വയസ്സാണ്. 6 ഫോണ് ഗൂഗിളിന് മനസ്സിലാവും ഈ കുട്ടിന്റെ പ്രായം എപ്പോഴാ. അതാ ഞാൻ പറഞ്ഞത്, ബാപ്പാന്റെയും ഉമ്മാന്റെയും ഫോൺ പ്രശ്നമാണ്. എന്റെ ഫോണ് ഗൂഗിളുണ്ട്, എന്റെ ഫോണിന്റെ ഗൂഗിളിന് അറിയാം എനിക്ക് 46 വയസ്സാണ്. കാരണം ഇത് എന്റെ ഇമെയിൽ ID ഉപയോഗിച്ച് തുറന്ന ഫോണാണ്. അല്ലേ? നിങ്ങളുടെ ഫോണൊക്കെ അങ്ങനല്ലേ? അല്ലേ? എന്റെ ഫോണിനകത്ത് ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു സാധനം 46-കാരന് മനസ്സിലാവുന്ന സാധനം ഗൂഗിൾ എനിക്ക് തരിക. എന്നാൽ എന്റെ ഫോണ് ഞാൻ ഓണാക്കിയത് 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഇമെയിൽ ID എന്നാണെന്ന് വിചാരിക്കുക. 12 വയസ്സ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. ഫോൺ IT-കാരൊക്കെ ഉണ്ടാവുമ്പോഴേ കുട്ടി ഒരു ഇമെയിൽ ID ഉണ്ടാക്ക്, 12 വയസ്സാണ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്ക്, അതിൽ 12 വയസ്സാണെന്ന് പറയും. ആ ഗൂഗിളിൽ പലതും വർക്ക് ചെയ്യൂല.
കുട്ടി സെർച്ച് ചെയ്യണ പലതും കിട്ടൂല, പലതും വരൂല. വരുമ്പോ കുട്ടീന്റെ പ്രായത്തിനെ വരുള്ളൂ. പക്ഷെ കുട്ടി നോക്കുന്ന ഫോൺ ആരുതാ? 36 വയസ്സുള്ള ഉമ്മ, 46 വയസ്സുള്ള വാപ്പ. ഈ ഫോണിൽ ഈ സാധനം സെർച്ച് ചെയ്താ ഗൂഗിളിൽ അറിയോ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണത് നിങ്ങളെ കുട്ടിയാന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങള് കുട്ടി ഈ ചീത്തക്കളികൾ കളിക്കാനുള്ള കാരണം ഇത്തരം സംശയങ്ങൾ ഉമ്മയോട് ചോദിക്കാൻ, ബാപ്പയോട് ചോദിക്കുമ്പം കുട്ടിയെ പേടിപ്പിക്കാതെ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുട്ടി ഗൂഗിളിലേക്ക് പോലെ അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന അപക്വമായ വിവരങ്ങളാണ് ഇത്തരം കളികളിലേക്ക് കുട്ടികളെ എത്തിക്കുക. അപ്പൊ അതിനുള്ള മാർഗം എന്താ? എന്തും ഉമ്മനോട് ചോദിച്ചോ, ഉമ്മയാണ് ഗൂഗിൾ. ഉമ്മനോട് ചോദിച്ചോ, ബാപ്പയാണ് ചോദിച്ചോ, എന്ത് ചോദ്യം ചോദിച്ചാലും സമചിത്തതയോടെ നേരിടണം. അതിന് ചോദിക്കുമ്പോഴേക്കും ഇമ്മാതിരി ചോദ്യം മേലാൽ എന്റെ തൊള്ളയെന്ന് വന്നാ പിന്നെ കുട്ടി ചോദിക്കോ? കുട്ടിക്ക് ചോദിക്കാൻ വേറെ ആളുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു നമ്മൾ ആ വർത്താനം എന്ന് പറയരുത്. അതൊക്കെ പണ്ടത്തെ കാലത്താ. പണ്ട് ഉമ്മത് മുണ്ടരുത് പറഞ്ഞാൽ പിന്നെ മുണ്ടാൻ ആളില്ല. അപ്പൊ കുട്ടിക്ക് ചോദിക്കണ്ട്, നോക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുട്ടിയെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും ഈ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കുറവുള്ള ഒരു സാധനത്തായി ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിങ്ങനെ പറഞ്ഞു കുട്ടിയെ ആ പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ ചില അറിവുകൾ കുട്ടിക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇത്തരം കളികൾ കുട്ടി എത്തിപ്പെടും. പ്രശ്നങ്ങൾ പക്വതയില്ലാത്തൊരു പ്രായമാണ്, അതിലേക്ക് എത്തും. അതിനുള്ള മാർഗം കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ചിൽഡ്രൻ. ഇതാണ് അതിന്റെ മാർഗം.